നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസവും ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം. നമ്മൾ കുറച്ച് നാളായിട്ട് കാണാത്ത ഒരാളിനെ കാണുമ്പോൾ ചോദിക്കത്തില്ലേ, നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുന്നോ? തും കൈസേ ഹോ, തും കൈസേ ഹോ. അപ്പോൾ ആ ആൾ പറയുകയാണ്, എനിക്ക് സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. മേ ഠീക്ക് ഹൂ, മേ ഠീക്ക് ഹൂ, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇനി എനിക്ക് സുഖമില്ല എന്ന് പറയണമെങ്കിലോ, മേരി തബിയത്ത് ഠീക്ക് നഹീ ഹേ. തബിയത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം. മേരി തബിയത്ത് ഠീക്ക് നഹീ ഹേ, എനിക്ക് സുഖമില്ല, എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല എന്നുള്ളതിന് മേരി തബിയത്ത് ഠീക്ക് നഹീ ഹേ. ഇത് നമുക്ക് ഇങ്ങനെയും പറയാം, മേ ഠീക്ക് നഹീ ഹൂ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ മുझे അച്ഛാ നഹീ ലഗ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖം തോന്നുന്നില്ല എന്നുള്ള അർത്ഥം തന്നെ, എനിക്കൊന്നും നല്ലതായിട്ട് തോന്നുന്നില്ല. മുझे അച്ഛാ നഹീ ലഗ് രഹാ ഹേ, അങ്ങനെയും പറയാം. നിങ്ങൾ ഇന്ന് എന്താണ് കഴിച്ചത്? തുമ്നെ ആജ് ക്യാ ഖായ. ഖായ കഴിച്ചു, ആജ് ക്യാ ഖായ ഇന്ന് എന്താണ് കഴിച്ചത്? തുമ്നെ ആജ് ക്യാ ഖായ, നിങ്ങൾ ഇന്ന് എന്താണ് കഴിച്ചത്? ഞാൻ ചപ്പാത്തിയും കറിയും കഴിച്ചു. മേനെ റോട്ടി ഔർ സബ്ജി ഖായി. റോട്ടി എന്ന് പറഞ്ഞാൽ റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി എന്ന് പറയാം. സബ്ജി എന്ന് പറഞ്ഞാൽ കറി. മേനെ റോട്ടി ഔർ സബ്ജി ഖായി. നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? തും അഭി ക്യാ കർ രഹേ ഹോ. അഭി ഇപ്പോൾ, തും അഭി ക്യാ കർ രഹേ ഹോ, എന്ത് ചെയ്യുകയാണ്, എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. മേ അഭി കാം കർ രഹി ഹൂ. കാം കർന എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുക. മേ അഭി കാം കർ രഹി ഹൂ, ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഓഫീസിൽ പോകുന്നതിന് വേണ്ടി തയ്യാറാവുകയാണ്. മേ ഓഫീസ് ജാനേ കെ ലിയേ തയ്യാർ ഹോ രഹി ഹൂ. ഓഫീസ് ജാനേ കെ ലിയേ, ഓഫീസിൽ പോകുന്നതിന് വേണ്ടി. തയ്യാർ ഹോ രഹി ഹൂ, തയ്യാറാകുകയാണ്. മേ ഓഫീസ് ജാനേ കെ ലിയേ തയ്യാർ ഹോ രഹി ഹൂ, ഞാൻ ഓഫീസിൽ പോകുന്നതിന് വേണ്ടി തയ്യാറാകുകയാണ്, റെഡിയാവുകയാണ്. ഇനി ഞാൻ വിശ്രമിക്കുകയാണെന്ന് പറയണമെങ്കിൽ മേ ആരാം കർ രഹി ഹൂ. മേ ആരാം കർ രഹി ഹൂ. ആരാം കർന റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുക. ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചോട്ടെ അല്ലെങ്കിൽ ചോദിക്കട്ടെ? ക്യാ മേ തുംസെ കുച്ച് പൂച്ച് സക്താ ഹൂ. എനിക്ക് ചോദിക്കാൻ പറ്റുമോ എന്നുള്ള അർത്ഥമാണ്. ക്യാ മേ തുംസെ കുച്ച് പൂച്ച് സക്താ ഹൂ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ എന്നുള്ള അർത്ഥത്തിലാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോദിക്കാം. ജരൂർ തും പൂച്ച് സക്തേ ഹോ. ജരൂർ തീർച്ചയായിട്ടും, തും പൂച്ച് സക്തേ ഹോ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇപ്പോൾ വേണ്ട എന്ന് പറയണമെങ്കിൽ അഭി നഹി. ഇപ്പോൾ വേണ്ട, അഭി നഹി. ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ വളരെ ക്ഷീണിച്ചു പോയി. മേ ബഹുത് തക് ഗയി ഹൂ. തക് ജാന ക്ഷീണിക്കുക. മേ ബഹുത് തക് ഗയി ഹൂ, ഞാൻ വളരെ ക്ഷീണിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ ന്യൂസ് കേട്ടോ, അറിഞ്ഞോ എന്നുള്ള അർത്ഥമാണ്. ക്യാ തുമ്നെ ഏ ഖബർ സുനി. ഏ ഖബർ ഈ ന്യൂസ് അല്ലെങ്കിൽ ഈ വാർത്ത, സുനി കേട്ടോ. ക്യാ തുമ്നെ ഏ ഖബർ സുനി, നിങ്ങൾ ഈ വാർത്ത കേട്ടോ. ആ വാർത്ത വളരെ സന്തോഷം തരുന്നതായിരുന്നു. ഹാ വോ ഖബർ ഖുഷ് കർനെ വാലി ഥി. ബഹുത് ഖുഷ് കർനെ വാലി ഥി, വളരെ സന്തോഷം തരുന്നതായിരുന്നു, സന്തോഷിപ്പിക്കുന്നതായിരുന്നു. ഇനി എനിക്കൊട്ടും സമയമില്ലായിരുന്നു, വളരെ തിരക്കായിരുന്നു, ഞാൻ അറിഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിൽ പറയുക. ഇല്ല, നഹി. മുझे ബിൽക്കുൽ ഫുർസത്ത് നഹി ഥി എന്ന് പറഞ്ഞാൽ ഞാൻ ഒട്ടും ഫ്രീ അല്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഫുർസത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ടൈം, ഫ്രീ. മുझे ബിൽക്കുൽ ഫുർസത്ത് നഹി ഥി, എനിക്കൊട്ടും ഫ്രീ ഇല്ലായിരുന്നു അല്ലെങ്കിൽ സമയമില്ലായിരുന്നു. ബഹുത് വ്യസ്ത് ഥി, വളരെ തിരക്കിലായിരുന്നു. വ്യസ്ത് എന്ന് പറഞ്ഞാൽ ബിസി. ബഹുത് വ്യസ്ത് ഥി, വളരെ തിരക്കിലായിരുന്നു. നിങ്ങൾ ഓഫീസിൽ പോകുന്നുണ്ടോ? ക്യാ തും ഓഫീസ് ജാത്തേ ഹോ. ക്യാ തും ഓഫീസ് ജാത്തേ ഹോ. അപ്പോൾ അതിന് മറുപടിയായിട്ട് പറയാം, ഇല്ല, ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. നഹി മേ ഘർ സേ കാം കർത്താ ഹൂം. വീട്ടിലിരുന്നല്ലേ ഇപ്പം കൂടുതലും വർക്ക് ഫ്രം ഹോം ചെയ്യുന്നത്, അതുപോലെ മേ ഘർ സേ കാം കർത്താ ഹൂം, ഞാൻ വീട്ടിൽ നിന്നാണ് ജോലി ചെയ്യുന്നത്. അവൻ ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വോ ഏക് IT കമ്പനി മേ കാം കർത്താ ഹേ.
അവനൊരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. വോ ഏക് IT കമ്പനി മേ കാം കർത്താ ഹെ. അവൾ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്. വോ രസോയി മേ കാം കർ രഹി ഹെ. രസോയി അടുക്കള. രസോയി മേ കാം കർ രഹി ഹെ. അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട് വൃത്തിയാക്കുന്നതിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, അല്ലെ മുഴുകിയിരിക്കുകയായിരുന്നു. മേ ഘർ കി സഫായി കർണേ മേ ലഗാ ഹുവാ ഥാ. സഫായി കർണ എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കുക. ഘർ കി സഫായി കർണേ മേ വീട് വൃത്തിയാക്കുന്നതിൽ ലഗാ ഹുവാ ഥാ എന്ന് പറഞ്ഞാൽ മുഴുകിയിരിക്കുകയായിരിക്കും എന്നുള്ള അർത്ഥമാണ്. മുഴുകിയിരിക്കുകയായിരുന്നു. മേ ഘർ കി സഫായി കർണേ മേ ലഗാ ഹുവാ ഥാ. അവൾ വീട്ടിൽ ജോലിയിൽ സഹായിക്കാറുണ്ട്. വ ഘരേലു കാമോ മേ സഹായത കർത്തി ഹേ. ഘരേലു കാം എന്ന് പറഞ്ഞാൽ വീട്ടുജോലി. ഘരേലു കാമോ മേ വീട്ടുജോലിയിൽ സഹായത കർത്തി ഹേ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. നിങ്ങൾ ഇത് എന്തുകൊണ്ടാണ് മുഴുവനാക്കാഞ്ഞത്? തുമ്നെ ഇസേക്കും പൂരാ നഹി കിയ. പൂരാ കർണ എന്ന് പറഞ്ഞാൽ മുഴുവനാക്കുക. പൂരാ നഹി കിയ മുഴുവനാക്കിയില്ല. തുമ്നെ ഇസേക്കും പൂരാ നഹി കിയ. നിങ്ങളിതെന്തുകൊണ്ടാണ് മുഴുവനാക്കാഞ്ഞത്? ഇപ്പോൾ ഈ നിമിഷം ഇത് മുഴുവനാക്കൂ. അഭി ഇസി വക്ത് ഏ പൂരാ കരോ. അഭി ഇസി വക്ത് ഇപ്പോൾ ഈ നിമിഷം തന്നെ ഏഹ് പൂരാ കരോ ഇത് മുഴുവനാക്കൂ. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണു. മേ സീഡിയോ സെ ഗിർ ഗയി. സീഡി എന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസ്, സ്റ്റെപ്പ്. മേ സീഡിയോ സെ ഗിർ ഗയി ഞാൻ സ്റ്റെപ്പിൽ നിന്ന് വീണു. ഇനി കസേരയിൽ നിന്ന് വീണു എന്ന് പറയാനാണെങ്കിൽ കുർസി സെ ഗിർ ഗയ. കുർസി സെ ഗിര എന്ന് പറഞ്ഞാൽ കസേരയിൽ നിന്ന് വീണു. കസേരയിൽ നിന്ന് വീണു പോയി. കുർസി സെ ഗിർ ഗയ എന്ന് പറയാം. ഞാൻ തെന്നി റോഡിൽ വീണു. മേ ഫിസൽ കർ സടക് പർ ഗിര. അല്ലെങ്കിൽ ഞാൻ റോഡിൽ തെന്നി വീണു എന്നാണ് പറയേണ്ടെങ്കിൽ മേ സടക് പർ ഫിസൽ കർ ഗിര. ഫിസൽന എന്ന് പറഞ്ഞാൽ തെന്നുക. ഫിസൽ കർ തെന്നിയിട്ട്, സടക് പർ ഗിര റോഡിൽ വീണു. അവൻ ടെറസിൽ നിന്ന് വീഴേണ്ടതായിരുന്നു. വോ ഛത്ത് സെ ഗിർനെ വാലാ ഥാ. ഛത്ത് എന്ന് പറഞ്ഞാൽ ടെറസ്, മേൽക്കൂര എന്നൊരർത്ഥമുണ്ട്, ടെറസ് എന്നുമുണ്ട്. ഛത്ത് സെ ഗിർനെ വാലാ ഥാ. അവൻ ടെറസിൽ നിന്ന് വീഴേണ്ടതായിരുന്നു. തുണി കയറിൽ നിന്ന് വീണുപോയി, അയയിൽ നിന്ന് വീണുപോയി എന്നാണ് അർത്ഥമാക്കുന്നത്. കപ്പട രസി സെ ഗിർ ഗയ. കപ്പട തുണി, രസി എന്ന് പറഞ്ഞാൽ കയറ്. രസി സെ ഗിർ ഗയ കയറിൽ നിന്ന് വീണുപോയി. ഞാൻ ചെളിയിൽ വീണു. മേ കീച്ചട് മേ ഗിർ ഗയ. കീച്ചട് ചെളി. മേ കീച്ചട് മേ ഗിർ ഗയ ഞാൻ ചെളിയിൽ വീണുപോയി. ഞാൻ ഓടിയപ്പോൾ വീണു, ഓടിയ സമയത്ത് വീണു. മേ ദോടുത്തെ സമയ ഗിര. ദോടുത്തെ സമയം ഓടിയ സമയം, ഓടിയപ്പോൾ എന്നുള്ള അർത്ഥം തന്നെ. ഞാൻ ഓടിയ സമയത്ത് വീണു. മേ ദൗടുത്തെ സമയ ഗിര. ഞാൻ ഇത് വിചാരിച്ചു പോലുമില്ലായിരുന്നു. മേനെ സോച്ചാഭി നഹി ഥാ. സോച്ചിന വിചാരിക്കുക, ആലോചിക്കുക. മേ സോച്ചാഭി നഹി ഥാ ഞാനിങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ലായിരുന്നു, അല്ലെ ആലോചിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഇത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. ജൽദി മേ ലിയാ ഗയാ ഫൈസല ഥാ. ജൽദി മേ വേഗത്തിൽ, പെട്ടെന്ന്. ലിയാ ഗയാ എടുത്തിട്ടുള്ള. ഫൈസല ഥാ ഫൈസല തീരുമാനം. ഫൈസല ഥാ തീരുമാനമായിരുന്നു. ജൽദി മേ ലിയാ ഗയാ ഫൈസല ഥാ ഇത് പെട്ടെന്നെടുത്ത തീരുമാനമായിരുന്നു. ഇത്ര അശ്രദ്ധ പാടില്ല, ഇത്രയ്ക്ക് അശ്രദ്ധ പാടില്ല. ഇത്തനി ലാപ്പർവാഹ് മത് ബനോ. ലാപ്പർവാഹ് എന്ന് പറഞ്ഞാൽ കെയർലെസ്നെസ്, അശ്രദ്ധ. ഇത്തിനി ലാപ്പർവാഹ് മത് ബനോ. മരുന്ന് സമയത്ത് കഴിക്കണം. ദവായി സമയ പർ ലേന. ദവായി എന്ന് പറഞ്ഞാൽ മെഡിസിൻ, മരുന്ന്. സമയ പർ ലേന സമയത്ത് കഴിക്കണം, സമയത്ത് എടുക്കണം എന്നുള്ളത് കഴിക്കണം എന്നുള്ള അർത്ഥമാണ്. നിങ്ങൾ ഇന്ന് ഇത്രയ്ക്കും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആജ് തും ഇത്തനെ ചുപ് ക്യോ ഹോ. നമ്മൾ ചിലപ്പോൾ ചോദിക്കത്തില്ലേ, നിങ്ങൾ ഇന്ന് ഇത്ര മിണ്ടാതിരിക്കുന്ന, മൗനമായിട്ടിരിക്കുന്നത്?
ആജ് തും ഇത്തനെ ചുപ് ക്യോ ഹോ. അവൾ ജോലിയെക്കുറിച്ച് കൂടുതൽ പരാതി പറയാറുണ്ട്. വോ കാം കി ശിക്കായത്ത് ജ്യാദാ കർത്തി ഹേ. വോ കാം കി ശിക്കായത്ത് ജ്യാദാ കർത്തി ഹേ. ജോലിയെക്കുറിച്ചുള്ള പരാതി കൂടുതൽ പറയാറുണ്ട്. വാതിൽക്കൽ ആരാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് വാതിൽക്കൽ നിൽക്കുന്നത്? ദർവാജെ പർ കോൻ ഖടാ ഹേ. ദർവാജെ പർ കോൻ ഖടാ ഹേ. ആരാണ് നിൽക്കുന്നത്? വാതിൽ തുറക്കാൻ വേണ്ടി തള്ളൂ. ദർവാജെ കോ ഖോൽനെ കെ ലിയെ ധക്കാ ദേ. ഖോൽനെ കെ ലിയെ എന്ന് പറഞ്ഞാൽ തുറക്കാൻ വേണ്ടി, ധക്കാ ദേന എന്ന് പറഞ്ഞാൽ തള്ളിക്കൊടുക്കുക. ദർവാജെ കോ ഖോൽനെ കെ ലിയെ ധക്കാ ദേ. വാതിൽ തുറക്കാൻ വേണ്ടി തള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് വേഗം തന്നെ വരുന്നതായിരിക്കും. താങ്ക്